യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട്, നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. യേശുവിൻ്റെ വാമൊഴികൾ ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നവയാണ്. മനുഷ്യർക്ക് ഭാവനയിൽ കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അവിടുന്ന് ആധികാരികമായി അരുളി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭൂമിക്കപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തിലെ ജീവിത ശൈലിയെക്കുറിച്ചുമെല്ലാം മനുഷ്യന് അജ്ഞാതമായിരിക്കുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ച് യേശു ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് നമ്മെ കൂടുതൽ അത്ഭുതപ്പെടുത്തും. എന്നാൽ നാം ഈ ലോകത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിൽ അവതരിപ്പിക്കും പോലെ മാത്രമാണ് യേശുവിന് ഭൂമിക്കപ്പുറമുള്ള ആത്മീയ മണ്ഡലത്തിലെ കാര്യങ്ങൾ. നമുക്ക് അവ അത്ഭുതമാണെങ്കിലും യേശുവിന് അത് സാധാരണ കാര്യമാണ്. നമ്മോടും ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുള്ളതിനെ അത്ഭുതത്തോടെ കാണേണ്ടതില്ല എന്നാണ് ഉപദേശിച്ചത്. മരിച്ചവർ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും എന്നതിൽ ആശ്ചര്യപ്പെടരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ ഉയർപ്പിൻ്റെ കാരണം യേശുവിൻ്റെ തന്നെ ശബ്ദമായിരിക്കും എന്നും കൂടെ പറയുന്നു. അതിനർത്ഥം യേശു മരിച്ചവർക്കെല്ലാം മുമ്പേ ജീവിച്ചിരിക്കുമെന്നും മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്നുമാണ്. പിന്നീട് യേശു മരിച്ചുയർത്തപ്പോൾ അവിടുന്ന് മരണത്തിന്മേൽ അധികാരമുള്ളവനാണെന്ന് തെളിഞ്ഞു. ആകയാൽ ഇനി മരിച്ചവരുടെ മേലും അവരെ ഉയർപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞത് സംഭവിക്കും. മരിച്ചവരെല്ലാം പുനരുദ്ധാനം ചെയ്യുമെന്നും അവരെ 2 വിഭാഗങ്ങളായി കാണാമെന്നും മുന്നറിയിപ്പ് നൽകിയത് ഗൗരവമുള്ളതാണ്. നന്മ ചെയ്തവർ എന്നും തിന്മ ചെയ്തവർ എന്നുമാണ് അത്. നന്മ മാത്രം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും ന്യായവിധിയിലല്ലേ? എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് പാപമോചനം ലഭിച്ചതിനാൽ ന്യായവിധിയിൽ നിന്ന് ജീവനിലേക്ക് സൗജന്യമായി പ്രവേശനം ലഭിച്ചു. ക്രിസ്തുവിൽ നമുക്ക് കൈവന്ന ഈ സൗഭാഗ്യത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.